23 കിലോമീറ്റർ മാത്രമാണ്. ഇനി 135 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. നോക്കൂ, ഈ യാത്ര എത്ര സാവധാനമാണ് സഞ്ചരിക്കുന്നത്, അത്ര സാവധാനമാണ്, അത്ര വേഗം നടന്നൊരു മനുഷ്യന്റെ വിലാപയാത്രയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇനി 4 മിനിറ്റ് കൊണ്ട് നമ്മൾ പരമാവധി കടക്കുക 1 കിലോമീറ്റർ കൂടിയായിരിക്കും. അതാകട്ടെ ആറ്റിങ്ങൽ പോലും എത്തില്ല എന്നുള്ളതാണ്. അതായത് അർദ്ധരാത്രി പിന്നിട്ടാലും തിരുവനന്തപുരം ജില്ലാതിർത്തി പിന്നിടുമോ എന്നതിൽ സംശയമാണ്. ഇനി 3 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഈ പകൽ അവസാനിക്കാൻ, ഈ രാത്രി അവസാനിക്കാൻ. നാളെ പുലർച്ചെയാകുമ്പോഴേക്കും VS ഒരുപക്ഷെ ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുമോ എന്നുള്ളതാണ്. നോക്കൂ, മംഗലപുരത്ത് കാത്തുനിൽക്കുന്ന മനുഷ്യര് ഒരു വലിയ സാഗരമായി തീരുന്നു, ഒരു മനുഷ്യ മതിലായിട്ട് അവർ തീരുന്നു. കഴക്കൂട്ടത്തെ കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ കണിയാപുരത്ത് കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ പള്ളിപ്പുറത്ത് കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ മംഗലപുരത്ത് എന്നിങ്ങനെ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വരുന്ന വഴികളിലെല്ലാം മംഗലപുരം നോക്കൂ, മംഗലപുരത്ത് അവിടെ ആകെ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ മനസ്സിൽ VS ഇപ്പോഴും ജീവിക്കുന്നു എന്നതിന്റെ തെളിവാണ്. നോക്കൂ, പാട്ട് നിശ്ചയിച്ച സമയം കഴിയുന്നു. കണ്ഠമുറക്കെ മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രവർത്തകർ. ഇത് മംഗലപുരമാണ്. മംഗലപുരത്ത് നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് മംഗലപുരത്തിനപ്പുറം പള്ളിപ്പുറം ഭാഗത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഇവിടെ മഴയില്ല. പക്ഷേ കാലാവസ്ഥയൊന്നും കൂസാതെ ഈ പറയുന്ന 9 മണി സമയത്ത് വലിയ ജനക്കൂട്ടം ഇവിടെ കാത്തു നിൽക്കുന്നു. നിറയെ ആളുകൾ ഇവിടെ മംഗലപുരത്ത് നിറയെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പ്രസാദ്, 2 വശങ്ങളിലുമായി നിറയെ ആളുകൾ നിൽക്കുകയാണ്. ഇത്രയധികം മനുഷ്യർക്ക് VS-നെ കാണണം, കണ്ടിട്ടേ ഞങ്ങൾ മടങ്ങൂ എന്ന് പറയുന്നത് VS എന്ന 2 അക്ഷരം എത്രത്തോളം അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും അടക്കം നിരവധി പേർ VS-നെ കണ്ടിട്ട് മാത്രമേ പോകൂ. നേരത്തെ എത്തി. ഒരു ഭാഗത്ത് റോഡിന്റെ പണി നടക്കുകയാണ്. അവിടെ പോലും കയറി മുകളിലും കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ കയറി നിന്നുകൊണ്ട് VS-നെ അവസാനമായി ഒരു നോക്ക് കാണുക. ആ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒരേ ഒരു ലക്ഷ്യം, അത് VS-നെ കാണുക, അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുക. കടത്തിണ്ണകളിൽ കയറി നിൽക്കുന്ന ആളുകളുണ്ട്. VS-നെ കാണുക, അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുക. അതല്ലാതെ പിന്നെ ഈ രാത്രിയിൽ ഞങ്ങൾ VS-നെ കാണാതെ ഇവിടെ നിന്ന് പോകുമോ എന്ന് തിരിച്ചു ചോദിക്കുന്നവരുണ്ട്. ഒരുപാട് സമയമായോ നേരത്തെ വന്നോ? ഒരുപാട് പേർ മംഗലപുരം ആ ജംഗ്ഷനിൽ നിറയെ ആളുകളായിരുന്നു. ഇതിനപ്പുറവും ഈ കാണുന്ന വഴികളിലെല്ലാം ആളുകൾ നിറഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയപാതയുടെ നിർമ്മാണം ചെറുതായൊന്ന് മഴ പെയ്തു. ഇപ്പോൾ വലതുഭാഗത്ത് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെയും ജനനിബിഡമായേനെ. അറിയാമോ VS-നെ? അറിയാം. VS-നെ അറിയാം. കാണാനാണോ വന്നത്? അവിടെയൊക്കെ ഉണ്ടല്ലോ. അറിയാമോ VS-നെ? അറിയാമോ? കൈക്കുഞ്ഞുമായിട്ട് വന്ന അമ്മയാണ്. അമ്മയ്ക്ക് മക്കളാണോ ഇവിടെ? നേരത്തെ എത്തിയോ? ഇവിടെ കുറച്ചു നേരമായി, 8 മണിയായപ്പോഴാണ്. ഒരു വലിയ നഷ്ടമാണല്ലേ ശരിക്കും? വലിയ നഷ്ടമാണ്. മക്കളൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ VS എന്തായിരുന്നു? VS അച്യുതാനന്ദൻ നമുക്ക് മോക്കറിയാം, പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് കുഞ്ഞുങ്ങളിലേക്ക്, ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട ജ്ഞാനമാണ് VS. ആ VS-ന്റെ സമര പോരാട്ടം അത് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മംഗലപുരം ജംഗ്ഷനിൽ വലിയ ജനക്കൂട്ടമായിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ കൂസാതെ 100 കണക്കിന് ആളുകളാണ് മംഗലപുരം ജംഗ്ഷനിൽ തടിച്ചുകൂടിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊല്ലത്തേക്ക് എത്തുമ്പോൾ ജനക്കൂട്ടം കൂടും. ആലപ്പുഴയിൽ വലിയ തോതിൽ ആളുകൾ വരാനുള്ള തൊഴിലാളികളുടെ സാന്നിധ്യം കൂടി നമുക്ക് അവിടെ കാണാം. തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ VS കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ കൊണ്ട് ഗുണം കിട്ടിയ തൊഴിലാളികളാണ്. അപ്പോൾ അവർ എന്തായാലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. കൊല്ലത്തെ കാഴ്ചയും ആലപ്പുഴയിലെ കാഴ്ചയിലും ഇതിലും അപ്പുറമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. ജനക്കൂട്ടം ഉറപ്പായും ഉണ്ടാകും, വലിയ ജനക്കൂട്ടം ഉണ്ടാകും. നമ്മൾ പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരം നഗരം വിട്ട് ഗ്രാമത്തിലേക്ക് നീങ്ങുന്നു, കൊല്ലം അതിർത്തിയിലേക്ക് നീങ്ങുന്നു. ആയില്ല, ഇനിയും ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് പോലും എത്തിയില്ല. അവിടുന്നും ഒരുപാട് മുന്നോട്ട് പോയാൽ മാത്രമേ കൊല്ലത്തേക്ക് എത്തൂ. കൊല്ലത്ത്
വി എസിന് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. വി എസിന് ഒരുപാട് ആരാധകരുള്ള ഒരു ജില്ലയാണ്. ആലപ്പുഴയും കൊല്ലവും അടുത്തടുത്ത ജില്ലയായതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതൽ അഗാധമായ ബന്ധമുള്ള ജില്ലയാണ്. സ്വാഭാവികമായും കൊല്ലത്തേക്കും വലിയ ആളുകളുടെ ഒഴുക്കുണ്ടാവുന്ന സ്മൃതി പറഞ്ഞതുപോലെ എല്ലാ മേഖലയിൽ നിന്നും തൊഴിലാളി വർഗങ്ങൾ അവർ ഒത്തുചേരുന്ന ഒരിടമായി കൊല്ലം മാറും. പിന്നെ ആലപ്പുഴയുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ആലപ്പുഴയിലെ തീരദേശ മേഖലയിലെ മനുഷ്യർ അവർക്ക് ഒരു കൈത്താങ്ങായിരുന്നു വി എസ്. അവിടുത്തെ കർഷക തൊഴിലാളികൾക്ക് ഒരു ആശ്വാസമായിരുന്നു വി എസ്. സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ നെൽകർഷകരുള്ള കുട്ടനാട്ടിലെ കർഷകർ ഇരമ്പിയെത്തും വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. വി എസ് അവർക്കൊരു പ്രതീക്ഷയായിരുന്നു, അവരുടെ നായകനായിരുന്നു. പ്രേക്ഷകരിൽ ചിലർ പറയുന്നു കാലമേ അടയാളപ്പെടുത്തുക, ചരിത്രമേ അടയാളപ്പെടുത്തുക, കേരളമേ അടയാളപ്പെടുത്തുക. വി എസ് എന്ന മഹാരഥന്റെ വലിയ ചുടുകാട്ടിലേക്കുള്ള പ്രയാണമാണിത്. വി എസ് എന്നൊരു തീജ്വാല ആളിപ്പടരും കേരള മണ്ണിൽ. ഇല്ല ഇല്ല മരിക്കുന്നില്ല മുദ്രാവാക്യങ്ങൾ മുഴങ്ങുകയാണ് നമ്മുടെ കമന്റ് ബോക്സിലും. കണ്ണേ കരളേ വി എസ് എ എന്ന് വിളിക്കുന്ന, ആവർത്തിച്ച് വിളിക്കുന്ന ആളുകൾ വി എസിന് തലസ്ഥാന നഗരിയുടെ യാത്രയയപ്പാണ് ഇപ്പോൾ നൽകുന്നത് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഒരു ചെറുപുഞ്ചിരിയോടെ മരണത്തിലും അദ്ദേഹം ഒരു പുഞ്ചിരി അവശേഷിപ്പിച്ചിരിക്കുന്നു ആ മുഖത്ത് എന്ന് നോക്കുന്ന മനുഷ്യർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ വിലാപയാത്ര മംഗലപുരത്ത് എത്തുകയാണ്. മംഗലപുരത്ത് കാത്തുനിൽക്കുന്ന, മഴയിലും പിരിഞ്ഞു പോകാതെ നിൽക്കുന്ന ആൾക്കൂട്ടം, അതിൽ പല പ്രായക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും വി എസിനെ ഇഷ്ടമാണ്. ആ ഒറ്റ വാചകം മതി, എന്തോ ഇഷ്ടമാണ്. അത് വി എസിനെയാണ്, വി എസിനെ മാത്രമാണ്. ഒരു നേതാവ് ജനങ്ങളിലേക്ക് പടർന്ന് ജനങ്ങളിൽ തന്നാൽ അടയാളപ്പെടുത്തപ്പെട്ട് ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന ആ മുഹൂർത്തത്തിനാണ് കേരളം സാക്ഷിയാകുന്നത്. ജനങ്ങളാൽ ജീവിച്ച നേതാവെന്ന് കൂടി വി എസ് വിലയിരുത്തേണ്ടി വരും. പരിസ്ഥിതി പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവന്റെ അതിജീവനത്തിന്റെ പ്രശ്നമാണെന്ന ഒരു നേതാവ് ആദ്യമായി കേരളത്തിൽ പറഞ്ഞതും സ്ഥാപിച്ചെടുത്തതും വി എസ് ആയി. അങ്ങനെ